ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പ്ലാന്റേഷനാണ് കേട്ടോ. ഇത്രത്തോളം മനോഹരമായ ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. മഴയൊക്കെ പെയ്ത് ചള്ളയൊക്കെ ആയിട്ടിരിക്കുകയാണ്. റോഡ് സ്വാഭാവികമാണല്ലോ, കാരണം പശുവിനെയും ഒക്കെ കൊണ്ടുപോകും. പിന്നെ ആൾക്കാരൊക്കെ തൊഴിലുറപ്പുകാരും കുറേ ആൾക്കാരൊക്കെ ഇതിലെ കൂടെ പോവുകയും അങ്ങനെയൊക്കെ സ്കൂട്ടറും അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളും വലിയ വണ്ടികളും ഒക്കെ ഇതിലെ കൂടെ പോയി അങ്ങനെ റോഡിലൊക്കെ. പിന്നെ ശക്തമായി പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ, എല്ലാ പ്രാവശ്യവും പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ മഴ. ഇപ്രാവശ്യവും പത്തനംതിട്ടയിൽ മഴ, കാരണം മരങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊണ്ട്. മഴക്കോൾ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ മഴ പെയ്തിരിക്കും, അതേപോലെ കാണും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ശകലം മഴ ഇല്ലായിരുന്നിന്ന്. അന്നേരം ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് ഈ ഇവിടെ ഈ പ്ലാന്റേഷനിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അന്നേരം ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ പോയി. എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നറിയാം. പക്ഷേ പന്നിയുണ്ട്, മയിലുണ്ട്. ഇന്നലെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടു ഇവിടെ പുലിയൊക്കെ ഇറങ്ങി എന്തൊക്കെയോ ആടിനെയൊക്കെ കടിച്ചു പറിച്ചു എന്നൊക്കെ പറയുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ നാളായിട്ട് ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വരാതിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളങ്ങ് മറക്കുമല്ലോ. പിന്നെയും തൊഴിലുറപ്പ് അമ്മമാരും ഒക്കെ ഇവിടെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ആ ഒരു പ്രശ്നമില്ലാന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി ആസ്വദിച്ചേ പറ്റുള്ളൂ. കണ്ടോ, വലിയ പാറകളൊക്കെ ഇവിടെ നിറയെ അങ്ങ് നേരത്തെ റബ്ബറായിരുന്നു. ഇപ്പോൾ അതെല്ലാം വെട്ടി അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇഷ്ടം പോലൊക്കെ പൈനാപ്പിൾ ഇഷ്ടം പോലൊക്കെ. പക്ഷേ ചേരയും ഉണ്ട് കേട്ടോ, ചേരയോ പാമ്പോ ഒക്കെ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല നാന്തരമായിട്ട് ഇവിടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടം കാണാം. പക്ഷേ ഇപ്പോൾ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. അവിടുന്ന് ഒഴുകി അപ്പുറത്തോട്ട് പോകുന്ന വെള്ളം ഇത് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ എല്ലാം റബ്ബറും അപ്പുറത്ത് വശത്തായിട്ട് ഫുള്ള് പൈനാപ്പിൾ തോട്ടങ്ങളുമാണ്. ഇവിടെ ഇത്രയും ഭാഗത്ത് റബ്ബറുള്ളൂ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഈ വെള്ളമാണ് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ്, നല്ല ശുദ്ധമായ ഏറ്റവും മുകളിലെ പാറയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത്രത്തോളം നല്ല വെള്ളമാണ്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് പിന്നെ വേറെ സ്ഥലത്തോട്ട് പോയി. അതിന് ഓപ്പോസിറ്റ് വേറെ അതിലും വലിയ വെള്ളച്ചാട്ടമുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ നടക്കുകയും ചെയ്യാം. ഇവിടെ കുറേ നേരം നടന്നു കഴിഞ്ഞാൽ നല്ല ഒരിതാണ്. നമുക്ക് ഒരസുഖങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇവിടുത്തെക്കാർക്ക് അങ്ങനെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും അങ്ങനെയുള്ള അസുഖങ്ങളും ഇല്ല. കാരണം ഇതൊന്നും 2-3 പ്രാവശ്യം ഒന്ന് കയറിയാൽ മതിയല്ലോ, ഉള്ള അസുഖങ്ങളൊക്കെ മാറും. പിന്നെ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അതായത് കണ്ടോ, ഇതും വേറെ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ മഴയൊക്കെ പെയ്ത് തന്നെ ഇഷ്ടം പോലൊക്കെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇഷ്ടം പോലൊക്കെ ഉണ്ട്. ഏറ്റവും മുകളിൽ നിന്ന് വരുന്നതാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് കലിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതിനപ്പുറത്ത് വശത്തുണ്ടൊരു വെള്ളച്ചാട്ടം, അതാണ് സൂപ്പർ വെള്ളച്ചാട്ടം. ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അവിടുന്ന് ഇവിടുന്ന് എല്ലാം വെള്ളമൊക്കെ വന്നിട്ട്. പക്ഷേ ഒഴുകി കഴിയുമ്പോഴത്തേക്ക് എല്ലാ കല്ലുമൊക്കെ വലിയ പാറക്കല്ലുകളും മണ്ണുമൊക്കെ ഇടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലെ കൂടെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നത്തെ ദിവസം മഴ പെയ്യാഞ്ഞത് കൊണ്ടാണ് ഇവിടെയൊക്കെ പോകാൻ പറ്റിയത് തന്നെ, അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കണ്ടോ, തീപ്പെട്ടിക്കൂട് പോലത്തെ വീടുകൾ കണ്ടോ. പക്ഷെ നല്ല കാലാവസ്ഥയാണ് ഇവിടുത്തെ, നല്ല രസമാണ് ഇവിടെ. അങ്ങനെ ചൂടുമൊന്നുമില്ല താനും, നല്ല ഒരു രസമാണ്. നല്ല ഒരു എന്താ പറയുക, കാണുമ്പം തന്നെ അറിയാമല്ലോ, നല്ലൊരു പ്രകൃതി അത്രത്തോളം കനിഞ്ഞ് തന്നിരിക്കുന്നതാണ് ഈ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പന്നിയൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സന്ധ്യയാകുമ്പോഴത്തേക്ക് പന്നിയൊക്കെ ഇറങ്ങും. പിന്നെ നമ്മൾ കാണുന്നവർക്കൊക്കെ നല്ലതാണ്, പക്ഷേ അവിടെ ജീവിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പന്നിയും ചേരയുണ്ട്. ഇപ്പം ഈ പൈനാപ്പിളൊക്കെ നട്ടേക്കുന്നതുകൊണ്ട് ചേരയുണ്ടെന്ന് പറഞ്ഞേക്കാം. പിന്നെ മയിൽ ഇഷ്ടം പോലെ കൊണ്ട് ഭയങ്കര നാശമാണ്. കാണുന്നവർക്ക് കൗതുകമാണ്, പക്ഷേ അവിടെ ജീവിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇത് ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന വെള്ളം എന്നാ സൗണ്ടാണെന്നറിയാം. ഇവിടെ ആൾക്കാരുടെയൊക്കെ ഭയങ്കര സൗണ്ടും പാട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ സൗണ്ട് എനിക്ക് കേൾപ്പിക്കാൻ പറ്റുന്നത്. അത്രത്തോളം സൗണ്ടിലാണ്. എന്നാ രസമെന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെയൊക്കെ കളകള സൗണ്ട് കേട്ട് അവിടുത്തെ ആൾക്കാർ ഉറങ്ങുന്നത്. അപ്പോൾ എന്ത് രസമല്ലേ, നല്ല സൂപ്പർ, നല്ല തണുത്ത വെള്ളമാണ്. പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. എന്നാ സൗണ്ടാണെന്നറിയാം. നമ്മുടെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ പോയിരിക്കുക കഴിഞ്ഞാൽ നല്ല രസമാണ്. കൊച്ചിപ്പം മറിഞ്ഞുകൊണ്ടേ കൊച്ചു വീണില്ല, ദൈവമേ. പിന്നെ ഞാൻ വെള്ളം കണ്ടാൽ എങ്ങനെയാ ഇറങ്ങാതിരിക്കുന്നത്, ഞാനും ഇറങ്ങി. മുഖമൊക്കെ കഴുകി കാലുമൊക്കെ കഴുകി. നല്ല വെള്ളമാണ്, നല്ല തണുപ്പ്. മുഖത്തോട്ട് ഒഴിക്കുമ്പോൾ എന്നാ തണുപ്പാണെന്നറിയോ. നല്ല സൂപ്പർ വെള്ളം, കുടിക്കാനും നല്ല വെള്ളം, ഫ്രഷായിട്ടുള്ള വെള്ളമാണ്. ഏറ്റവും മുകളിൽ നിന്ന് വരുന്നതല്ലയോ. ചിലപ്പോൾ എന്തൊക്കെയോ നല്ല ഔഷധ സസ്യങ്ങളും ഒക്കെ ഉള്ള അതൊക്കെ ഇതായിട്ട് താഴോട്ട് വരുന്ന വെള്ളമല്ലേ, അപ്പം നല്ല വെള്ളമായിരിക്കാനാണ്. പക്ഷേ നല്ല വെള്ളത്തിന് അങ്ങനെ ചെവയും കാര്യങ്ങളും, നല്ല ഫ്രഷ് വെള്ളം, നല്ല തണുപ്പ്, എന്നാ സൂപ്പർ വെള്ളം. കുറേ നേരം ഇവിടുന്ന് സത്യം പറഞ്ഞാൽ പോകാനേ തോന്നിയില്ല. കുറേ നേരം പിന്നെ അവിടെ വെള്ളത്തിലേക്ക് കളിച്ചിട്ട് അവിടെ നേരം കുറേ സൗണ്ടും ഒക്കെ കേട്ട് കുറേ നേരം അവിടെ ഇരുന്നു.
അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തോട്ടൊക്കെ പത്തനംതിട്ട കോന്നി പൂനലൂർ പോകുന്ന ഭാഗത്ത് മുറിഞ്ഞേല് ഹൈസ്കൂള് ആ ഒരു ഭാഗമാണിത്. മുറിഞ്ഞേല് ഭാഗം കുടുംബൻ പ്ലാന്റേഷൻ അവിടാണ് ഇത്ര നല്ല മനോഹരമായ ഇപ്പം മുഹൂർത്തി വീണന് അത്രയ്ക്ക് മനോഹരമായ സ്ഥലം. കൊച്ചെന്നെ പേടിപ്പിക്കാൻ നോക്കിയതാണ്, ഞാൻ പക്ഷേ പേടിച്ചില്ല. കൊച്ചു പറഞ്ഞോട്ട് അവിടെ നിന്നാണ് ചേരെ അവിടെ പുലി ഓടിയെന്ന് പറഞ്ഞു. പുലി ഓടിയെന്ന് പറഞ്ഞാലാണ് എന്നാലും ഇച്ചിരി പേടിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.